പാകിസ്ഥാന്റെ ആദ്യ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയെ പ്രതിരോധിക്കാനും മിഡിൽ ഈസ്റ്റിൽ ശക്തി കാട്ടാനുമാണ് പുതിയ നീക്കമെന്നതാണ് വിലയിരുത്തൽ. $5 ബില്യൺ പ്രതിരോധ കരാറാണിതെന്നാണ് വിവരം. 2028ഓടെ 8 ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികൾ പാകിസ്ഥാന് കൈമാറാനുള്ള വ്യവസ്ഥയും സുഗമമായി മുന്നോട്ടു പോവുകയാണെന്ന് പാക് അഡ്മിറൽ വ്യക്തമാക്കി. വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ മികവ് പുതിയ അന്തർവാഹിനികൾ വർദ്ധിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ചൈനീസ് പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും വിശ്വസനീയവും സാങ്കേതികവുമായി പുരോഗമിച്ചതും പാക് നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യവുമാണ്. ആധുനിക യുദ്ധം വികസിക്കുന്ന സാഹചര്യത്തിൽ ആളില്ലാ സംവിധാനങ്ങൾ, AI, നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. പാകിസ്ഥാൻ നാവികസേന ഈ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കൂടാതെ ചൈനയുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പാക് അഡ്മിറൽ ഇങ്ങനെ വ്യക്തമാക്കി. കരാറിന്റെ നിബന്ധന പ്രകാരം ആദ്യത്തെ 4 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ചൈനയിലായിരിക്കും നിർമ്മിക്കുക. ശേഷിക്കുന്ന കപ്പലുകൾ പാകിസ്ഥാനിലായിരിക്കും കൂട്ടിച്ചേർക്കുക എന്ന് അധികൃതർ പറയുന്നു. ചൈനീസ് പ്രവിശ്യയായ ഹുബൈയിലെ കപ്പൽശാലയിൽ നിന്ന് പാകിസ്ഥാൻ ഇതിനകം തന്നെ 3 അന്തർവാഹിനികൾ ചൈനയുടെ യാങ്സി നദിയിൽ എത്തിച്ചിട്ടുണ്ട്. കാലങ്ങളായി ചൈനയുടെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവാണ് പാകിസ്ഥാൻ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്കുകൾ പ്രകാരം 2020-2024 കാലയളവിൽ ചൈനയുടെ ആധുനിക കയറ്റുമതിയുടെ 60% പാകിസ്ഥാനാണ് വാങ്ങിയത്.